കൺസൾട്ടേഷന് വരുമ്പോഴേ നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷനിൽ ശോധനയ്ക്കായിട്ട് ഒരു ഔഷധം നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ചൂർണ്ണമായിരിക്കും, ലേഹ്യമായിരിക്കും, അല്ലെങ്കിൽ ആവണക്കെണ്ണ ബേസ് ആക്കിയിട്ടുള്ള മരുന്നുകളായിരിക്കും. ഇത് ദയവ് ചെയ്ത് നിങ്ങൾ കഴിക്കാതെ വരരുത്. ഇത് എൻ്റെ അടുത്ത് വരെയായാലും മറ്റേതൊരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയാലും നിങ്ങൾക്ക് ശോധനയ്ക്കായിട്ട് ഔഷധം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഷായത്തിന് മേമ്പൊടിയായിട്ട് അത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാതെ വരരുത്. അത് കഴിക്കാതെ വരുന്നത് വലിയൊരു ചതിയാണ്. എന്താണെന്ന് പറഞ്ഞ് വിശദമാക്കി തരാം ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അതായത് ശോധനയ്ക്കായിട്ട് ഔഷധങ്ങൾ നിശ്ചയിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും പറയും ശോധനയൊക്കെ വളരെ ശരിയാണ്, രാവിലെ മോഷൻ പെർഫെക്റ്റ് ആണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ലാക്സേറ്റീവ് മെഡിസിൻസ് തരുന്നത് എന്ന് ചോദിക്കും. അത് നിങ്ങൾക്കുള്ള ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇണ്ടാതെ ഇത് വാങ്ങി വീട്ടിൽ വെക്കും. എന്നിട്ട് പിന്നത്തെ റിവ്യൂ കൺസൾട്ടേഷൻ വരുമ്പോൾ പറയും ഡോക്ടറെ ആ മെഡിസിൻ മാത്രം, ആ ചൂർണ്ണം മാത്രം അവിടെ ഇരിപ്പുണ്ട്, ബാക്കിയെല്ലാം കഴിച്ചു എന്ന് പറയും. അവിടെ പോയി കാര്യം, അവിടെ പണി പാളി. മനസ്സിലായോ? എന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശോധനയ്ക്ക് വേണ്ടിയിട്ടല്ല ശരിക്കും മോഷൻ തരുന്നത്, അല്ല ആ ചൂർണ്ണം തരുന്നത്. ചൂർണ്ണോ ലേഹ്യോ തൈലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മോഷൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ശരീരശുദ്ധി വരിക, വയറ് ശുദ്ധിയാക്കുക, ഒപ്പം തന്നെ ഒരു ക്ലെൻസിങ് അവിടെ നടക്കുന്നുണ്ട്. ഒന്നും കൂടെ വിശദമാക്കി പറയാം. അതായത് നിങ്ങൾക്ക് ഓരോ രോഗാവസ്ഥ ഉണ്ടാകുമ്പോഴും നിങ്ങൾ ദോഷങ്ങളുണ്ടല്ലോ, വാതപിത്തകഫ ദോഷങ്ങൾ, അത് വർദ്ധിച്ചിട്ട് അത് ദുഷിക്കും. എന്നിട്ടത് ധാതുക്കളിൽ ഒട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ചിരിക്കുക. 7 ധാതുക്കളുണ്ട്: രസരക്ത, മാംസം, മേധോ, അസ്ഥി, മജ്ജ, ശുക്ര, അങ്ങനെ 7 ധാതുക്കളുണ്ട്. ത്രിദോഷങ്ങൾ ഏതൊക്കെയാണ്? വാതപിത്ത കഫങ്ങളാണ്. അപ്പോൾ ഈ വാതപിത്ത കഫ ദോഷങ്ങൾ തനിച്ചോ സമ്മിശ്രമായിട്ടോ വർദ്ധിച്ച് കോപിച്ച് അത് ദുഷിക്കും. അതുപോലെ അഗ്നിമാന്ദ്യം ഉണ്ടാക്കിയിട്ട് ആമാശയത്തിൽ ശരിക്ക് ഈ ധാതു പരിണാമം ശരിയായ രീതിയിൽ നടക്കാതെ അഗ്നിമാന്ദ്യം കാരണം ആമാവസ്ഥ ഉണ്ടായിട്ട് അതൊരു വിഷമയമാവും. എന്നിട്ടത് ദഹിക്കാതെ പൂർണ്ണമായിട്ട് പാകം വരാത്ത അവസ്ഥയിൽ ആ ദുഷിച്ച ദോഷങ്ങൾ ധാതുക്കളിലേക്ക് പരിണമിക്കുകയാണ്. ധാതുക്കളായിട്ട് ഓരോ ധാതുവിലും ഒരു ധാത്വഗ്നി ഉണ്ട്. പക്ഷേ ഈ ആമാശയത്തിലുള്ള ജഠരാഗ്നി പ്രോപ്പറായിട്ട് പ്രവർത്തിച്ചാലേ ഈ അന്നത്തെ ദഹിപ്പിച്ച അന്നരസമായിട്ടും പിന്നെ അന്നരസത്തിലുള്ള രസധാത്വഗ്നി വർദ്ധിച്ച് രക്തധാതു ഉണ്ടാവണം. രക്തധാത്വഗ്നി ശരിക്കും പ്രവർത്തിച്ച് അടുത്ത ധാതു രസരക്ത മാംസധാതു ഉണ്ടാവണം. അങ്ങനെ മാംസധാത്വഗ്നി വർക്ക് ചെയ്യുമ്പോഴാണ് അടുത്ത ധാതു ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഓരോ ധാതു അഗ്നി വർക്ക് ചെയ്യുമ്പോഴും ആ ലെവലിൽ ഒരു മലാംശം ഉണ്ടാകുന്നുണ്ട്. കിട്ടാംശം, സാരാംശം എന്ന് പറയും. അതിൽ കിട്ടം എന്ന് പറഞ്ഞാൽ മലം, അത് വേസ്റ്റ് പുറത്തേക്ക് വേർപ്പായിട്ടും മൂത്രമായിട്ടും മലമായിട്ടും വിസർജിക്കും. നല്ല ഭാഗം സാരാംശം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും. ഇത് ആയുർവേദ തിയറിയാണ് കേട്ടോ, കട്ട തിയറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല, താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, നിങ്ങൾ ഞാൻ റിപ്ലൈ ചെയ്യാം, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വിശദമാക്കി പറഞ്ഞുതരാം. എന്നാലും ആ തിയറി അങ്ങ് പറഞ്ഞു പോയി അറിയാതെ എല്ലാവരും ആ താല്പര്യമുള്ളവർ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എനിക്കും പറയാൻ താല്പര്യമുണ്ട്. ആയുർവേദത്തിൻ്റെ പ്രചാരണം തന്നെയാണല്ലോ നമ്മുടെ ഈ ചാനലിൻ്റെ തന്നെ ഉദ്ദേശം, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ദോഷങ്ങൾ വർദ്ധിച്ച് ദൂഷിച്ച് ജഠരാഗ്നിക്ക് മന്ദത ഉണ്ടാക്കിയിട്ട് വിഷമയമായിട്ട് ആമവർദ്ധിച്ചിട്ടേ വിഷമയമായിട്ട് അത് ധാതുക്കളിലേക്ക് അങ്ങനെ പാകം വരാത്ത രീതിയിൽ പരിണമിക്കുക. അപ്പോൾ അങ്ങനെ ധാതുക്കളിലും കൂടെ ഈ ദോഷം പറ്റിപ്പിടിച്ചിരിക്കുകയാണ്, ദുഷിച്ചിരിക്കുന്ന ദോഷം. അവയെ പജിപ്പിച്ചിട്ട് ആമാശയത്തിലേക്ക് കൊണ്ടുവന്ന് ഇളക്കി കളയണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ രോഗം ഏത് രോഗാവസ്ഥയിലും അത് പൂർണ്ണമായിട്ട് വിട്ടുമാറുന്നുള്ളൂ. മനസ്സിലായി? അതാണ് ആയുർവേദത്തിൻ്റെ ബ്യൂട്ടി. അല്ലാതെ നിങ്ങൾ പറയുന്ന ആ സിംറ്റത്തിന് മാത്രം സബ്സൈഡ് ചെയ്യുക തൽക്കാലത്തേക്ക്, പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മറ്റൊരു സ്ഥലത്തിൽ വരും. അതല്ല സംഭവിക്കുന്നത്. അതായത് ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷത്തെ പജിപ്പിച്ച് അതിനെ ആമാശയത്തിലേക്ക് കൊണ്ടുവന്ന് ശരീരത്തിൽ ഇളക്കി കളയും. മലമായിട്ട് മാത്രമല്ല, വേർപ്പായിട്ട് മൂത്രമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ദോഷങ്ങൾ കളയുന്നുണ്ട്. എലിമിനേറ്റ് ചെയ്യാനുള്ള 3 മലങ്ങളാണ് ശരീരത്തിലെ ദുഷിച്ച ഭാവങ്ങളെ എലിമിനേറ്റ് ചെയ്യാനുള്ള 3 മലങ്ങളാണ് വിയർപ്പ്, മൂത്രം, മലം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിലത്തെ ദോഷത്തെ ആയുർവേദ സിദ്ധാന്തപ്രകാരം ആയുർവേദ ചികിത്സാ രീതി അനുസരിച്ച് പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഉപാധിയാണ്, അതിനൊരു മാർഗ്ഗമായിട്ടാണ് കഷായങ്ങളിലും മേമ്പൊടിയായിട്ടോ തനിച്ചോ ഈ ഔഷധങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിടുക്കന്മാരായിട്ട് അത് മാത്രം കഴിക്കാതെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടുമ്പനടിച്ചു പോകും. അതായത് ഈ പണി വീണ്ടും തുടങ്ങണം. മനസ്സിലായില്ലേ? അതായത് ഞാൻ ചില ഉദാഹരണം പറയാറുണ്ട് ചിലരോട്. അതായത് നമ്മളിപ്പോൾ ഒരു വാള് പ്ലാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൽ മണലും സിമെൻറ്റും ഒരുമിച്ച് മിക്സ് ചെയ്ത് തേക്കണം. ആദ്യം മണൽ തേച്ചു, പിന്നെ കുറേ കാലം കഴിഞ്ഞ് സിമെൻറ്റ് തേക്കുക, അല്ലെങ്കിൽ സിമെൻറ്റ് ആദ്യം തേച്ച് പിടിപ്പിച്ചു പിന്നെ മണൽ തേക്കുക. അത് ശരിയാവില്ലോ. അത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ആ നിശ്ചിത അനുപാതത്തിൽ തേച്ച് പിടിപ്പിക്കണം. എങ്കിൽ മാത്രമേ അത് ആ പ്ലാസ്റ്ററിങ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ. എന്താ ഒരു ഉദാഹരണം പെട്ടെന്ന് വന്നതാണ്, പറഞ്ഞത് മാത്രം. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ആ മെയിൻ നിങ്ങളുടെ ചികിത്സയോട് ചേർന്നിട്ടുള്ള നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കും ദോഷാവസ്ഥയ്ക്കും കാലാവസ്ഥയ്ക്കും ജീവിത രീതിക്കും എന്തെന്ത് കാരണങ്ങൾ കൊണ്ട് ഈ രോഗം നിങ്ങൾക്ക് ഉണ്ടായെന്നുള്ളത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ദോഷനിരൂപണം നടത്തിയിട്ട് ആ ദോഷത്തെ നിർഹരിക്കുന്നതിന് വേണ്ടതായ ഔഷധങ്ങളും ഈ ദോഷപാചനം വരുത്തുന്നതിനും ദോഷത്തെ പാകപ്പെടുത്തി ശരീരത്തിൽ നിർഹരിച്ച് കളയുന്നതിനും വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിച്ച് തരുമ്പോൾ അതിലത്തെ ഈ ശോധനയുടെ മരുന്ന് മാത്രം കഴിച്ചില്ല, രാവിലെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് കഴിച്ചില്ല, ഇത്തരം എക്സ്ക്യൂസുകളൊന്നും പറയില്ല. അതിനൊക്കെ പരിഹാരങ്ങൾ. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് അൺയൂഷ്വലായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്ത ഉടനെ വിളിക്കുക. എന്നെ വിളിക്കുക, ഞാൻ ചികിത്സിക്കുന്ന ഡോക്ടറാണെങ്കിൽ എന്നെ വിളിക്കാൻ, മറ്റൊരു ഡോക്ടറാണ് നിങ്ങളെ ചികിത്സിക്കുന്ന ആ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ റിപ്ലൈ ചെയ്യും. മനസ്സിലായി? ഇത്തരം സംശയങ്ങൾ സാധാരണ പതിവാണ്, നിങ്ങളത് ചോദിക്കാൻ മടിക്കണ്ട.
കാരണം ഭൂരിഭാഗം പേരും അലോപ്പതി ചികിത്സ കഴിഞ്ഞ് വരുന്നവരോ അതിലൊരു കൃത്യമായ സൊല്യൂഷൻ കിട്ടാത്തതുകൊണ്ട് വരുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് വഴിയോ അതായത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷൻസ് എല്ലാം മോഡേൺ മെഡിസിനെ പറ്റിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ ആയുർവേദ ചികിത്സാ രീതിയെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരം കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ആയുർവേദ ഡോക്ടേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ബാധ്യസ്ഥരാണ്. എത്ര തവണ വേണമെങ്കിൽ ചോദിച്ചോ. ഓക്കെ, ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രധാന ഘടകമായി ശോധന ദ്രവ്യം. അത് നിങ്ങൾ കളഞ്ഞു വരരുത്, അത് ഇതിനോട് കൂടെ ചേർത്ത് ഉപയോഗിക്കണം. അപ്പോൾ പിന്നെ അത് നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേറെ വഴിയുണ്ടെന്നേ. അതായത് 3 സമയത്ത് നിശ്ചയിക്കാം. ഏറ്റവും ഉചിതം ഫസ്റ്റ് പ്രിഫറൻസ് ഏർലി മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കാണ് ഈ ശോധന വരുത്താനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഭക്ഷണം കഴിച്ച് ഒരു രാത്രി മുഴുവൻ വിശ്രമിച്ച് ആ അന്നത്തെ നമുക്ക് ഉള്ള അഗ്നിബലം വെച്ച് അത് ദഹിപ്പിച്ച് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേനും അത് എലിമിനേറ്റ് ചെയ്യുന്ന പരുവത്തിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ശോധന ദ്രവ്യം വർക്ക് ചെയ്യുന്നു. എന്നിട്ട് അത് ഇളക്കി കളയുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും ഉചിതമായ സമയം അതിരാവിലെ സൂര്യോദയ സമയത്ത് ഒരു 5:30-6 നേരത്തൊക്കെ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ കിരണങ്ങൾ ചൂടായി വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ മരുന്നുകൾ ചെല്ലണം. അത് ആഗിരണം ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. അതാണ് ബെസ്റ്റ് ഫസ്റ്റ് ചോയ്സ്. ഓക്കെ, ഇനി അത് പറ്റാത്ത പക്ഷം എന്ത് ചെയ്യുന്നറിയോ, ഡിന്നർ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് കൊടുക്കാൻ പറയും. ഒരു സന്ധ്യയാകുമ്പോൾ വൈകിട്ടത്തെ കഷായം നിശ്ചയിക്കും. എന്നിട്ട് ഡിന്നർ കഴിക്കുന്നതിന് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മുമ്പോ ഈ ശോധനയ്ക്കായിട്ടുള്ള ദ്രവ്യം നിശ്ചയിക്കും. അപ്പോഴും പ്രശ്നമില്ല. അപ്പോഴും നിങ്ങൾ ഇതൊക്കെ ആ ഔഷധദ്രവ്യം ദഹിച്ച് അത് ആ മലത്തെ ഇളക്കുന്നതിന് വേണ്ട പ്രവൃത്തി നടക്കും. ഈ പകൽ കഴിച്ചിട്ടുള്ള കഷായങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്ത് ദോഷത്തെ എലിമിനേറ്റ് ചെയ്യുന്നതിന് പാകമായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സന്ധ്യയാകുമ്പോൾ ഈ മരുന്ന് ചെല്ലുമ്പോൾ അത് ഇളക്കി കളയും ശരീരത്തിന്. ഇനി അതും സാധിക്കില്ല എന്നെങ്കിൽ ചില പ്രത്യേക മരുന്നുകൾ നിശ്ചയിക്കുന്നതും ചിലരുടെ ശരീരപ്രകൃതി അനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കഷായം രാത്രിയിലത്തെ ലാസ്റ്റ് മെഡിസിൻ കഴിച്ചിട്ട് ഭക്ഷണവും കഴിച്ച് ആ ഭക്ഷണമൊക്കെ ദഹിച്ച് തുടങ്ങി ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് നിശ്ചയിക്കും ഈ ശോധന ദ്രവ്യം. അങ്ങനെ 3 കാലങ്ങളുണ്ട്. 3 സമയമാണ് പൊതുവെ സാധാരണയായിട്ട് നിശ്ചയിക്കാറുള്ള ആയുർവേദ വൈദ്യന്മാർ. ഓക്കെ, കേരളത്തിലെ ചികിത്സാ രീതി അനുസരിച്ച് അങ്ങനെയാണ് പ്രത്യേകിച്ചും കേരളത്തിലേന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ ഡിന്നറിന് 1 മണിക്കൂർ മുൻപ്, അതല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറിനോ ശേഷം കിടക്കുന്നതിന് മുൻപായിട്ട്. അങ്ങനെ 3 നേരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ അനുയോജ്യമായൊരു നേരം നിശ്ചയിക്കും. തീർച്ചയായിട്ടും ചികിത്സയ്ക്കും നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കും നിശ്ചയിച്ചിരിക്കുന്ന മരുന്നിനും ഒക്കെ പ്രാധാന്യമുണ്ട്. രാവിലെയാണ് ഏറ്റവും ഉചിതം ഒക്കെ പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഒരു കോംപ്രമൈസ് ആവുമല്ലോ. ഈ 3 നേരങ്ങളിൽ ഏറ്റവും അനുയോജ്യം നിങ്ങളുടെ ജോലിക്കോ ജീവിത രീതിക്കോ തടസ്സം വരാത്ത രീതിയിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിലേക്ക് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ശോധനയ്ക്കായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില ദ്രവ്യങ്ങളോട് ഈ വീഡിയോയിൽ പറയാം. അതായത് പൊതുവെ കൂടുതലായിട്ട് ഉപയോഗിക്കുക അവിഭക്തി ചൂർണ്ണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയോ, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള രോഗികൾക്ക് മനസ്സിലാവും. അവിഭക്തി ചൂർണ്ണം നിശ്ചയിക്കാറുണ്ട്, അല്ലെങ്കിൽ വരാചൂർണ്ണം നിശ്ചയിക്കാറുണ്ട്. പിന്നെ ബൃഹത്രിപുല, വരാചൂർണം, അവിഭക്തി ചൂർണം. ഓക്കെ, ഇത് അവിഭക്തി ചൂർണ്ണമൊക്കെ നമുക്ക് പിത്തം വർദ്ധിച്ചിരിക്കുന്നത്, അതായത് ഇപ്പോൾ കുറേ അസിഡിറ്റി ഉണ്ടാവുക, അതുപോലെ പിത്തത്തിൻ്റെ അനുബന്ധം ഉണ്ടെങ്കിൽ, അതുപോലെ സ്കിൻ ഡിസീസ് ഒക്കെ ആണെങ്കിൽ ഞാൻ പൊതുവെ അവിഭക്തി പ്രിഫർ ചെയ്യാറുണ്ട്. പൊതുവെ ഞാൻ ചെറിയ പിത്തശമനാണ്. വിപത്ത് ഉണ്ടാക്കാത്തതാണ്, ആർക്കും കഴിക്കാം, മനസ്സിലായി. പക്ഷേ അതിൽ ഇച്ചിരി പഞ്ചസാര ചേരുന്നതുള്ളത് കൊണ്ട് ഹൈ ഷുഗർ ഉള്ളവർക്ക് കൊടുക്കാറില്ല. പ്രമേഹമുള്ളവരാണെങ്കിൽ നമ്മൾ വരാചൂർണോ ബൃഹത്രിപുലയൊക്കെ പ്രിഫർ ചെയ്യാണ് പതിവ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ അവിഭക്തി ചൂർണം, അല്ലെങ്കിൽ ബൃഹത്രിപുല, അല്ലെങ്കിൽ വരാചൂർണം. ഇനി ലേഹ്യങ്ങളുണ്ട് ശോധനയ്ക്കായിട്ട്, അനുലോമനത്തിനായിട്ട് കൊടുക്കുന്ന ലേഹ്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണകുളം, നയോപായം, ഹൃദ്യവിരേചനം, ത്രിവൃത്തിലേഹം, മാണിഭദ്രലേഹ്യം, ഇതൊക്കെ നിശ്ചയിക്കാറുണ്ട്. അപ്പോൾ ഈ മാണിഭദ്രവും ത്രിവൃത്തിലേഹവും ഹൃദ്യവിരേചനവും ഒക്കെ സ്കിൻ ഡിസീസ് ഉള്ള കണ്ടീഷനിലാണ് കൊടുക്കാറ്. ത്വക്ക് രോഗങ്ങളുള്ളപ്പോഴാണ് സാധാരണ നിശ്ചയിക്കാറ്. അതുപോലെ കല്യാണങ്ങളൊക്കെ നമുക്ക് പൈൽസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ശോധന ശരിക്കും ക്ലിയർ ആവാത്ത അവസ്ഥ, അതായത് മലദ്വാരം ഇങ്ങനെ നാരോയിങ് ആയിട്ട് അടഞ്ഞു പോകും. ആ മാംസാങ്കുരങ്ങൾ വളർന്നിട്ട് മലദ്വാരം അടഞ്ഞ് ശോധന ശരിക്കും കിട്ടാതെ ആ എൻ്റയർ കോളനിൽ മുഴുവൻ ഈ മലം പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ രക്തത്തിൽ തന്നെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത്തരം അവസ്ഥയിൽ നമ്മൾ കല്യാണകുളം നിശ്ചയിക്കുക. അതൊക്കെ അതിരാവിലെയായിട്ട് കൊടുക്കുക. ഇനി അതല്ല, പൊതുവെ ഇനി ഒരു പ്രശ്നവുമില്ല, പൊതുവെ ശോധന കുറവാണ്, ജന്മനാൽ കുറവാണ് എന്നുള്ളവർക്ക് നയോപായം ലേഹ്യം നിശ്ചയിക്കും. ഓക്കെ, പിന്നെ ത്രിവൃത്തിലേഹ്യമുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതുപോലെ ത്വക്ക് രോഗങ്ങളാണ്. മാണിഭദ്ര ലേഹ്യമുണ്ട്, ഹൃദ്യവിരേചനമുണ്ട്, അതൊക്കെ ത്വക്ക് രോഗങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഗന്ധർവസ്ഥാതി തൈലം ആവണക്കണ്ട ബേസ് ആക്കിയിട്ട് വാദത്തെ ശമിപ്പിക്കുന്ന തരം ഔഷധദ്രവ്യങ്ങൾ ചേർത്തിട്ട് തയ്യാറാക്കുന്ന എണ്ണകളുണ്ട്. അതേതൊക്കെയാണ് നിങ്ങൾക്കറിയാം. അറിയാവുന്നവരൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് ഒന്ന് അറിയട്ടെ, ഞാൻ എത്ര പേർക്ക് ഇതൊക്കെ അറിയാമെന്ന് അറിയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അത്രയും കുറച്ച് പറഞ്ഞാൽ പോലെ അടുത്ത വീഡിയോകളിൽ. ഓക്കെ, അപ്പോൾ അതിന് ഗന്ധർവസ്ഥ തൈലം, അതായത് ഗന്ധർവസ്ഥ എന്ന് പറഞ്ഞാൽ ആവണക്ക്, റിസിനസ് കമ്മ്യൂണിസ് എന്നുള്ളതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം റിസിനസ് കമ്മ്യൂണിസ്, മലയാളം ആവണക്ക്, സംസ്കൃതം ഗന്ധർവസ്ഥ. അപ്പോൾ ആ ഗന്ധർവസ്ഥാതി തൈലം, ഗന്ധർവസ്ഥാതി ആവണക്കെണ്ണ, ഗന്ധർവസ്ഥ തൈലം എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയിൽ മറ്റ് ഔഷധദ്രവ്യങ്ങളും കൂടെ ചേർത്ത് തയ്യാറാക്കണം. ഇത് പൊതുവെ വാദസംബന്ധമായ പ്രശ്നങ്ങൾ, സന്ധിഗത വാതരോഗങ്ങൾ, ജോയിൻസിലൊക്കെ പെയിനും വേദനയും, അങ്ങനെ വാദം വർദ്ധിച്ച് സന്ധികളെ ആശ്രയിച്ചുണ്ടാകുന്ന അവസ്ഥയിൽ എന്നുവെച്ചാൽ ഈ ആവണക്കെണ്ണ വാദത്തെ ശമിപ്പിക്കാൻ 1-ാം തരം ഔഷധമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആവണക്കെണ്ണ ബേസ് ചെയ്തിട്ടുള്ള ഗന്ധർവസ്ഥ തൈലം നിശ്ചയിക്കും. അതും രാവിലെയാണ് കൊടുക്കുക. രാവിലെ നിശ്ചയിക്കുന്ന കഷായത്തിൻ്റെ കൂടെ മെമ്പടിയായിട്ട് ആവണക്കെണ്ണ ഗന്ധർവസ്ഥ തൈലം കൊടുക്കും. ഇനി അത് നിംബാമൃതാദി തൈലമുണ്ട്. നിംബം എന്ന് പറഞ്ഞാൽ എന്താ? ആര്യവേപ്പ്.
അതിൻ്റെ കുരു ആട്ടിയിട്ടുള്ള എണ്ണ, അതുപോലെ ഔഷധങ്ങൾ ആവണക്കെണ്ണയിൽ ചേർത്തിട്ടുള്ളതാണ് നിംബാമൃതാദി ആവണക്കെണ്ണ. ഇത് കുറച്ചും കൂടി രക്തവാദമായിട്ട് ബന്ധമുള്ള കേസുകളാണ് നിംബാമൃതാദി കൊടുക്കുക. ഇതും രാവിലത്തെ കഷായത്തോടൊപ്പമാണ് ഭൂരിഭാഗം നിശ്ചയിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കോംപ്രമൈസുകൾ, നിങ്ങൾ വന്ന് ഇതുപോലെ ജോലിക്ക് പോകണം, ഈ രാത്രി കിടക്കാൻ നേരത്ത് മരുന്ന് കൊടുത്താൽ ചിലർക്ക് പ്രശ്നമുണ്ട്. രാത്രി മിഡിൽ ഓഫ് ദി നൈറ്റ് രാത്രിയിൽ പോകേണ്ടി വരും, അർദ്ധരാത്രി കഴിഞ്ഞിട്ട് പോകേണ്ടി വന്നാൽ അപ്പോൾ നിങ്ങളുടെ ഉറക്കം ചിലപ്പോൾ തടസ്സവും, അങ്ങനെ ചില പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുന്നത് അധികവും നിശ്ചയിക്കാറില്ല. പക്ഷേ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ടവരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക, അപ്പോൾ രാത്രി കഴിച്ചോളാൻ പറയും. അങ്ങനെ നിശ്ചയിക്കാറുണ്ട്. ചില കോംപ്രമൈസുകൾ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ആവാനേ പറ്റും. ഓക്കെ, അപ്പോൾ ഗന്ധർവസ്ഥയിലും സന്ധിഗത വാദവ്യാധിയിൽ നിംബാമൃതാദി ആവണക്കെണ്ണ രക്തവാദ സംബന്ധിയായിട്ടുള്ള രോഗങ്ങളിൽ ശോധനയ്ക്കായിട്ട് മലശോധന വരുത്തുന്നതിനായിട്ട് രാവിലത്തെ കഷായത്തോട് ചേർത്ത് കൊടുക്കും. ഇനി വേറെ ഒന്നും കൂടി ഉണ്ട്, നിർഗുണ്ടി എരണ്ടം. എരണ്ടം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞ സ്ഥലം തന്നെ ആവണക്കെണ്ണ. നിർഗുണ്ടി എന്ന് പറഞ്ഞാൽ എന്താ, കരിനൊച്ചി, വിറ്റെക്സ് നികുണ്ടോ, കരിനൊച്ചി. അതിൻ്റെ സംസ്കൃത പദമാണ് നിർഗുണ്ടി. നിർഗുണ്ടി എരണ്ടം കൂടുതലായിട്ട് നിശ്ചയിക്കുക. ബാക്ക് പെയിൻ ഇല്ലേ, തണ്ടൽ വേദന, നടുവേദന വരിക, സ്കോളിയോസിസ് അല്ലെങ്കിൽ സ്കോളിയോസിസ് കേസിൽ, അല്ലെങ്കിൽ സയാറ്റിക്ക അതുപോലത്തെ കേസുകൾ, അല്ലെങ്കിൽ ലോവർ ബാക്ക് ഒക്കെ, ലെംബാഗോ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കില്ലേ, അലോപ്പതിയിൽ പറയില്ലേ, ആ ലെംബാഗോ എന്ന് പറയുന്ന കേസുകൾ, ഇതിലൊക്കെ നിർഗുണ്ടിയരണ്ട നിശ്ചയിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ശോധന ദ്രവ്യങ്ങൾ ഇത്ര അധികമുണ്ട്. അതായത് ഒരു 3 തരം, ഇനിയും അനവധിയുണ്ട്. വൈദ്യന്മാരുടെ യുക്തിക്കനുസരിച്ച് പലതും തയ്യാറാക്കാറുണ്ട്. ഞാൻ മോസ്റ്റ്ലി കോമൺലി കാണുന്ന ഉപയോഗിച്ച് വരുന്ന സംഗതികളോട് പറഞ്ഞു മാത്രം. ഒരു 3 തരം ചൂർണ്ണങ്ങൾ: അവിഭക്തി ചൂർണ്ണം, വരാചൂർണ്ണം, ബൃഹത്രിഫല. അപ്പോൾ ഈ ബൃഹത്രിഫലയും വരാചൂർണ്ണമൊക്കെ, വരാചൂർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ, വര എന്ന് പറഞ്ഞാൽ ത്രിഫലയാണ്, കടുക്കയും നെല്ലിക്കും താന്നിക്കും, അത് സമമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അത് ചില ഫാക്ടറികളും ചില വൈദ്യന്മാരൊക്കെ അത് ചില ആ റേഷ്യോ വ്യത്യാസപ്പെടുത്തി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വരാചൂർണ്ണം എന്ന് പറഞ്ഞാൽ കടുക്കയും നെല്ലിക്കും താന്നിക്കുകയാണ്. ഇത് ശോധനയ്ക്കായിട്ട് കൊടുക്കും. പ്രമേഹ രോഗികൾക്ക് പ്രമേഹം ശമിക്കാനും കൂടി സഹായിക്കും വരാചൂർണ്ണം കൊടുത്താൽ. അതുപോലെ ബൃഹത്രിഫലി അത് തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ പിന്നെ നമുക്ക് ഇതുപോലെ നിർഗുണ്ടിയാരുടെ ഗന്ധർവസ്ഥയിൽ നിംബാമൃതാദി ആവണക്കണം. എന്തിനാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തെങ്കിലും സംശയമാണെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കേട്ടാൽ മതി, മനസ്സിലാവും. ഓക്കെ, സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാം. പിന്നെ ലേഹ്യങ്ങളാണ് കൂടുതൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ സൗകര്യം അതാണല്ലോ, നിങ്ങൾക്ക് പലർക്കും അതാണ് ഇഷ്ടം അല്ലേ? അപ്പോൾ അത് ത്രിവൃത്തി ലേഹ്യം, ആണിഭദ്രം, ഹൃദയവിരേചനമൊക്കെ നമ്മൾ സ്കിൻ ഡിസീസുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ കൊടുക്കും. നയോപായം പൊതുവെ സുഖശോധനയ്ക്ക്, സുഖവിരേചനത്തിനായിട്ട് സേഫായിട്ട് കൊടുക്കാവുന്നത്. കല്യാണങ്ങളും പൈൽസുമായി ബന്ധപ്പെട്ട് ശോധന പറയുമ്പോൾ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിശ്ചയിക്കാറുള്ളത്. ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് മിക്കവാറും നമ്മുടെ തൈക്കാട്ട് മൂസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. ചെറിയ നേരം വരും അവിടെ വൈദ്യമഠത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വൈദ്യമഠത്തിൽ പിന്നെ അനവധി മേമ്പടികൾ മിക്സ് ചെയ്തിട്ട് കോക്ഷർ ലവണം, ക്ഷാരാഗതം, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ ദോഷാവസ്ഥയും ഓരോ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ പ്രപ്പോർഷൻ മിക്സ് ചെയ്ത് മാറ്റി ഉപയോഗിക്കും. ഒരു വൈഡ് റേഞ്ച് ഒക്കെ ആപ്ലിക്കേഷൻ ഉണ്ട് വൈദ്യമഠത്തിൽ. അദ്ദേഹം ചെറിയ നേരം നമ്പൂതിരിപ്പായിട്ട് അദ്ദേഹം ഇതുപോലെ ഒരുപാട് ക്ഷാരാഗതമൊക്കെ ഞാൻ ഓർക്കുകയാണ്, ഒരുപാട് ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അവിഭക്തി മാത്രമായിട്ടൊക്കെ അപൂർവമാണെന്ന് ചെയ്യാറില്ല അവിടെ. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടിട്ടുള്ളൊരു പരിചയമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തീരെ പ്രാധാന്യമില്ലാത്തതെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും നിങ്ങളോട് ഇന്ന് വന്ന ചില രോഗികൾ, ഇന്ന് കോൺടാക്ട് ചെയ്ത ചില രോഗികൾ ഈ പൊടി മാറ്റി വെച്ചു, എന്നെ പറ്റിച്ചു എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണമായത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ശോധനയ്ക്കുള്ള ഔഷധങ്ങൾ അതിൽ ചേർത്ത് കഴിക്കണം. എന്നിട്ട് അതിന് എന്ത് തകരാറാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാം. ഇനിയിപ്പോൾ ശോധന അല്പം കൂടി നമുക്ക് 2-3 മോഷൻ കിട്ടണം ശരിക്കും ക്ലിയർ ആയിട്ട്. അപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ സാധാരണ 1 ടീസ്പൂൺ നിശ്ചയിക്കുക. അത് ഏതായാലും ലേഹ്യമായാലും തൈലമായാലും ആവണക്കെണ്ണയായാലും ചൂർണ്ണായാലും ഒക്കെ. എന്നിട്ട് നമുക്ക് ശോധന ഇപ്പോൾ ഈ 3 തവണ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി കുറച്ച് കുറയ്ക്കാം. ചിലർക്ക് ക്രൂരകോഷ്ടം, വാതരോഗികളാണ് ഭൂരിഭാഗം വരുന്നത്. അപ്പോൾ അവർക്ക് ക്രൂരകോഷ്ടമായിരിക്കും, അതായത് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ പൊതുവെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് 1 ടീസ്പൂൺ മതിയാവില്ല. അപ്പോൾ അവർക്ക് 1.5 ടീസ്പൂൺ ആക്കാം. ഇനി കുറച്ച് ദിവസം 1.5 ടീസ്പൂൺ കഴിച്ചു, ശോധന ക്ലിയറായി വരുന്നു എന്ന് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അതിന് ശോധനയ്ക്ക് പാകത്തിന് എന്നാണ് അത് ബ്രാക്കറ്റിൽ എഴുതുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ ശോധനയ്ക്കനുസരിച്ച് അത് വ്യത്യാസപ്പെട്ട് നിശ്ചയിക്കാം. വളരെ പ്രധാനപ്പെട്ട ചികിത്സയുടെ ഒരു പ്രധാന ഘടകമാണ്, പ്രത്യേകിച്ച് ഒ പി ആയിട്ട് ചികിത്സിക്കുമ്പോൾ. നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് IPയിൽ ചികിത്സിക്കുമ്പോൾ നമുക്ക് വസ്തിയും അങ്ങനത്തെ ശോധനകർമ്മങ്ങളൊക്കെ ചെയ്യാം. വമനവും വസ്തിയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഒ പിയിൽ വീട്ടിൽ നിങ്ങൾക്ക് ഔഷധം തന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സേഫായിട്ട് തരാൻ പറ്റിയത് അവിഭക്തിയുള്ള വിരേചന ഔഷധമേ പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് കഴിക്കണം, മടിക്കരുത്. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നിർബന്ധിക്കുകയാണ് നിങ്ങളെ. അത് വളരെ പ്രാധാന്യമുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി അതായത് എന്തെങ്കിലും ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരാത്തവരും വർഷത്തിൽ 1-2 തവണ, അതായത് ഈ ഋതുസന്ധികൾ വരില്ലേ, 6 ഋതുക്കളുണ്ട് ഈ 2 മാസത്തിൻ്റെ. അപ്പോൾ ഈ ഋതുസന്ധികൾ വരുമ്പോൾ നമ്മളൊന്ന് ശോധന വരുത്തുന്നതല്ല കേട്ടോ. അതിന് അവിഭക്തി ചൂർണ്ണം സേഫായിട്ട് ഉപയോഗിക്കാം എല്ലാവർക്കും. എന്നാലും ഞാനിതിൽ പറയുന്ന ഈ പങ്ക്തിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് വേണം ചെയ്യാൻ. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് അവിഭക്തി ചോറിന് എടുത്ത് കഴിച്ചു നോക്കിയാൽ അവിഭക്തിയിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഷുഗറുള്ളവർ കഴിക്കാൻ പാടില്ല. അപ്പോൾ അവർക്കുള്ളതാണ് വരാചൂർണവും ബൃഹത്രിഫലിയൊക്കെ. അപ്പോൾ അത് അവസ്ഥാനുസരണം ഡോസും ഏത് സമയത്ത് കഴിക്കണമെന്നൊക്കെ നിശ്ചയിക്കാനായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിശ്ചയിക്കുക. അപ്പോൾ ഈ ഋതുസന്ധി വരുമ്പോൾ യാതൊരു അസുഖവും ഇല്ലെങ്കിലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ വർഷത്തിൽ 1-2 പ്രാവശ്യം മഴ തുടങ്ങുമ്പോൾ ഒക്കെ ഒന്ന്, അല്ലെങ്കിൽ കർക്കിടക മാസം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട്
നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു 2-3 അത് നിങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ച് ശരീരഭാരവും രോഗാവസ്ഥയ്ക്കനുസരിച്ച് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ തീരുമാനിച്ച് തരും, ഡോസ് നിശ്ചയിച്ച് തരും. അങ്ങനെ വർഷത്തിലൊരിക്കലും വയറിളക്കുന്നത് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം മുഴുവൻ ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ വയറ്റിൽ ചെല്ലുന്നത് ആർക്കെങ്കിലും അറിയും. അത് പലതരം പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളും കീടനാശിനികളും, പിന്നെ അതുപോലെ കുറേ കളറുകളും പ്രിസർവേറ്റീവും. നമ്മൾ സദ്യക്കൊക്കെ പോയി ഇപ്പോൾ പിന്നെ ഇത്തിരി കുറവാണ്, സമാധാനമുണ്ട്. സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഗതികളാണ് അതിൽ നമ്മുടെ വയറ്റിൽ ചെല്ലുന്നത്. ആ ദോഷം മുഴുവൻ നമ്മൾ ശരീരത്തിൽ നിന്ന് ഇളക്കി കളയാനായിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വയറിളക്കണം. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ലോങ് റണ്ണിൽ നിങ്ങൾക്ക് സുഖമായിട്ടുള്ള ഭക്ഷണം ദഹിച്ച് ആഗിരണം ചെയ്ത് ആ മെറ്റബോളിസം ഇല്ലേ അത് കറക്റ്റായിട്ട് നടക്കാനായിട്ട് അത് സഹായിക്കും. വളരെ ഏറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഉണ്ടാവുക, സ്കിൻ ഡിസീസ് ഉണ്ടാവുക, കഫക്കെട്ട് ഉണ്ടാവുക, തലവേദന ഉണ്ടാവുക, പൈൽസ് ഉണ്ടാവുക, ആസിഡിറ്റി ഉണ്ടാവുക, ഇതിനൊക്കെ മൂല കാരണം ഈ ശരിയാവണ്ണം നമ്മുടെ മലശോധന, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ദോഷത്തെ നിർഹരിച്ച് കളയുക, അല്ലെങ്കിൽ മലത്തെ എലിമിനേറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ടാണ് വളരെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള, പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത ഉദാഹരണമാണ് സ്കിൻ ഡിസീസ്. അത് നിങ്ങൾ ഈ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഓയിൻമെൻറ്റൊക്കെ പെട്ടി കൊണ്ടു നടക്കും. ഇതിൻ്റെ മൂല കാരണം അതിനൊരു 5 വർഷം മുമ്പായിട്ടെങ്കിലും നിങ്ങൾക്ക് ശോധന കുറവുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത്ര, നമ്മളൊരു വാഹനത്തിന് പെട്രോൾ അടിച്ച് അത് ഓടിക്കില്ലേ, അപ്പോൾ അതിൻ്റെ പുക പുറത്ത് പോകാൻ സൈലൻസർ വെച്ചിട്ടില്ലേ, അത് കത്തിയതിന് ശേഷം അതിൻ്റെ പുക പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഭക്ഷണം ദഹിച്ചിട്ട് അതിൻ്റെ ദോഷാംശം, അതിൻ്റെ കിട്ടാംശം, മനസ്സിലായില്ലേ, സാരാംശം ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യും. കിട്ടം വേസ്റ്റാണ്, അത് എലിമിനേറ്റ് ചെയ്യണം. അത് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അത് അടിഞ്ഞുകൂടി നമ്മളതിങ്ങനെ ദോഷത്തിൽ പതിക്കാതെ ധാതുക്കൾ വഴി കടന്ന് രക്തത്തിൽ വന്നു കഴിഞ്ഞാൽ തൊക്കിലൂടെ പുറത്ത് ചാടണം. അപ്പോഴും നിങ്ങളവിടെ ഓയിൻമെൻറ്റ് പറ്റി ഉണക്കും. അതല്ലേ ചെയ്യുക. അത് ചെയ്യരുത്. അത് തുറന്ന് കളഞ്ഞ് പുറത്തേക്ക് ചാടിച്ച് കളയണം. അല്ലെങ്കിൽ വളരെ വർഷങ്ങളോളം 6, 7, 8, 10 വർഷം, ചിലർക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് ചെറിയ കുരുക്കൾ വന്നു, ഓയിൻമെൻറ്റ് ഉണക്കി, അടുത്ത സ്ഥലത്ത് വന്നു, അവിടെ ഓയിൻമെൻറ്റ് പറ്റി ഉണക്കി, അങ്ങനെ കൊണ്ടു നടക്കേണ്ടി വരും. ഇതിൻ്റെ മൂല കാരണം ഇത് പലർക്കും അറിയില്ല. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പല രോഗികൾക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇത് ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഈ ശോധന കറക്റ്റായാലും സ്കിൻ ഡിസീസ് പലർക്കും വരില്ല. കുഞ്ഞുങ്ങളായിക്കോട്ടെ, പ്രായമായവരായിക്കോട്ടെ, എല്ലാവർക്കും, സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, വയസ്സായവരായിക്കോട്ടെ, എല്ലാവർക്കും. അപ്പോൾ ശോധന കറക്റ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങളത് ശരിയാക്കാൻ വേണ്ടതായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. ഓക്കെ, വീഡിയോ ഇച്ചിരി നീണ്ടുപോയി, തൽക്കാലം നിർത്തുകയാണ്. ഇനി പറയുന്നില്ല. വീണ്ടും കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നേരിട്ട് വിളിക്കുകയോ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.